ഗൈസ്, വാട്ട് ഈറ്റിൻ്റെ ഡേ എന്ന സിനിമയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിലെ നായകനും ഞാനും എൻ്റെ അമ്മായിയമ്മയാണ്. വേറെ ആരും നമ്മളിതിനകത്ത് അലൗ ചെയ്യുന്നില്ല. ഒറ്റയെണ്ണം വന്നു ആവില്ല ഇങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ പുട്ട് കഴിക്കുകയാണ് രാവിലെ. ചുമന്ന അരിപ്പുട്ട്, അതും പാളയംകോടൻ പഴവും പിന്നെ ഒരു ഗ്ലാസ് ചായയും അങ്ങോട്ട് കുടിച്ചു. നല്ല ഹെവി ആയിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ കെട്ടിയവൻ എനിക്ക് ആനിവേഴ്സറി ഗിഫ്റ്റ് തന്ന കപ്പാണ് ഗൈസ്. ചായ കുടിച്ച് പെയിൻ്റൊക്കെ ഇളവി ഒരു പരിവായി. 11 മണി ആയപ്പോഴത്തേക്കും ഇത് പേരയ്ക്കാട്ടോ. അമ്മ തിരുവൈരാണിക്കുളം അമ്പലത്തിൽ പോയപ്പോൾ എനിക്ക് മേടിച്ചിട്ട് വന്ന പേരയ്ക്കാണ്. സംഭവം ഒരു ടേസ്റ്റ് ഇല്ല. പച്ചവെള്ളം കുടിച്ചാണൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് ഇളക്കി. പണ്ടത്തെ ചുമന്ന പേരയ്ക്കൊക്കെ തന്നെ എന്ത് ടേസ്റ്റായിരുന്നു, അങ്ങനെ ആ ഒരു ടേസ്റ്റ് ഞാൻ ആർട്ടിഫിഷ്യലി കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കി കഴിക്കുവാണ്. പിന്നെ ഒരു 11:30 ആയപ്പം ഇത് എൻ്റെ അമ്മായിയമ്മയുടെ നൊക്ലാച്ചിയാണ് കേസ്. പുള്ളിക്കാരി പണ്ട് നെയ്യിൽ വരട്ടിയ അഗസ്തിപ്പൂവിൽ ചോറിട്ട് കഴിക്കുമായിരുന്നു. അങ്ങനെ എനിക്കും അത് പഠിപ്പിച്ച് തരുവാണ് കേസ്. അങ്ങനെ ഇത് നെയ്യിൽ നമ്മുടെ അഗസ്തിപ്പൂ അരിഞ്ഞ് ഉപ്പും കൂടി ഇട്ട് വേവിച്ചതാണ്. അതിൽ കുറച്ച് ചോറിട്ടിട്ട് ഞങ്ങൾ ഒറ്റ ട്രിപ്പ് മുന്നേ തിന്ന്. അതായത് ഒരു 11:30 ആയപ്പോഴും ഞങ്ങൾ തിന്നത് ചൂടോടെ കഴിക്കണമെന്നാട്ടോ അമ്മ പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ നമ്മൾ കഴിച്ചു. അത് കഴിഞ്ഞ് സെക്കൻഡ് ട്രിപ്പ് ചോറ് കഴിക്കുവാണ്. ചോറ് വെണ്ടയ്ക്കല്ല ചുണ്ടയ്ക്ക തോരനുണ്ട്. ചക്ക, ഞങ്ങളുടെ പ്ലാവിൽ തന്നെ വിളഞ്ഞ ചക്കയാണ് ഗൈസ്. ചക്കയുണ്ട്. ഇന്ന് മീൻ കിട്ടിയില്ല ഗൈസ്. ഇന്ന് കോളിഫ്ലവറാണ്. കോളിഫ്ലവർ നമ്മൾ ചിക്കൻ കറി വെക്കും കണക്ക് വെച്ചു. കാണാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നെങ്കിലും കഴിക്കാൻ വലിയ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഞങ്ങൾക്ക് മീൻ കഴിക്കുന്ന ഒരു ടേസ്റ്റ് അങ്ങോട്ട് വരാറില്ല. കോളിഫ്ലവർ രണ്ടാൾക്കും അത്ര ഇഷ്ടമല്ല കേട്ടോ. പിന്നെ എന്തിനു മേടിച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞുകൂടാ. നമ്മൾ മേടിച്ചു, ഇരുന്നതുകൊണ്ട് പിന്നെ വെക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ പ്ലേറ്റ് മാത്രം ബുദ്ധിപൂർവ്വം വെക്കുന്നു. കേട്ടോ, മറ്റേ പ്ലേറ്റിനും കൂടെ വെക്കുന്നില്ല. അതാണ് ഞാൻ അങ്ങോട്ട് കാണിക്കാത്തത്. അങ്ങനെ ഉച്ചയൂണ് ഇങ്ങനെയൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പം എനിക്ക് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. പോയിട്ട് വന്നപ്പോൾ കപ്പലണ്ടിക്കാരൻ വന്നു ഗൈസ്. അപ്പം തന്നെ ഓട്ടിച്ചിട്ട് പിടിച്ച് അവൻ്റെ നിന്ന് 2 പൊതി കപ്പലണ്ടി ഞങ്ങൾ മേടിച്ചു. അത് കഴിഞ്ഞ് നേരത്തെ ഇന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ചായയിലൂടെ കഴിക്കുവാണ്. ഓട്ടടയാണ് കഴിച്ചത്. ഓട്ടട പഴമൊക്കെ ഇട്ട് വെച്ചിട്ട്, പഴം വെച്ചിട്ടുണ്ടാക്കുന്ന അടയെന്നൊക്കെ നിങ്ങൾ പറയായിരിക്കും. നമ്മളിതിനെ ഓട്ടടയെന്നാണ് പറയുന്നത്. ഇലയപ്പം എന്നാൽ ഓട്ടടയെന്നൊക്കെ. ഇലയപ്പല്ല, അത് ഓട്ടടയാണ്. അങ്ങനെ അത് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഫുഡ് ഇപ്പം തീരും. എനിക്ക് രാത്രിയായപ്പോൾ വിശക്കുമോ എന്നുള്ള ഭയം വല്ലാതെ എന്നെ അലട്ടി. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിലിരുന്ന കുറച്ച് ചക്കപ്പഴം കൂടെ എടുത്ത് കഴിച്ച് ഇന്നത്തെ എൻ്റെ ഫുഡ് ഇവിടെ നിർത്തിയാണ്. ഓക്കെ, ബൈ ബൈ, സീ യു.